No. Hello friends. Non-linear system analysis in two methods mentioned ചെയ്തിരുന്നു. One is the describing function method and another one is phase plane analysis. Okay. അപ്പോൾ phase plane analysisന് മുന്നേ what is phase plane and what is phase trajectory എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് phase plane approach എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. But it is a graphical method for the analysis of linear and non-linear system. Both the linear system and non-linear systems are analyzed using phase plane analysis, and it is a graphical method. It gives an idea about the transient behavior and stability of the system. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ട്രാൻസിയൻറ്റ് ബിഹേവിയറും സ്റ്റെബിലിറ്റിയും ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് പ്ലെയിൻ അനാലിസിസ് യൂസ് ചെയ്യാം. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ദിസ് അനാലിസിസ് ഇസ് റെസ്ട്രിക്റ്റഡ് ടു സെക്കൻഡ് ഓർഡർ സിസ്റ്റം എക്സൈറ്റഡ് ബൈ സ്റ്റെപ്പ് ഓർ റാമ്പ് ഇൻപുട്ട്. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന് മാത്രമേ നമുക്ക് ഈ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഹയർ ഓർഡർ സിസ്റ്റം അനലൈസ് ചെയ്യാം, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, അതിനൊരു സെക്കൻഡ് ഓർഡർ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. ഹയർ ഓർഡർ സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് ഓർഡറിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ അവിടെ ചെറിയ എറേഴ്സൊക്കെ പോസിബിൾ ആണ്. ഓക്കെ, എന്നാലും ഇത് നല്ലൊരു അപ്രോച്ച് തന്നെ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ലീനിയർ സിസ്റ്റത്തിനെ നോക്കാം. ഒരു സെക്കൻഡ് ഓർഡർ എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് ഫേസ് പ്ലെയിൻ അനാലിസിസ് ഈസ് യൂസ്ഡ് ഫോർ എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം. ഒരു ലീനിയർ സിസ്റ്റം എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് നോക്കാം. ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ സിസ്റ്റം നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. d² x/dt² പ്ലസ് 2 del omega in dx/dt പ്ലസ് omega n square x equal to 0, where x is the system variable, that is the damping ratio, and omega n is the natural frequency of oscillation. അപ്പോൾ ഇവിടെ സിസ്റ്റം വേരിയബിളിനെ നമ്മൾ വൺ ഓഫ് ദ സ്റ്റേറ്റ് വേരിയബിൾ, കാരണം സെക്കൻഡ് ഓർഡർ ആണ്, രണ്ട് സ്റ്റേറ്റ് വേരിയബിൾ എടുക്കണം. വൺ ഓഫ് ദ സിസ്റ്റം വേരിയബിൾ ഈസ് അസൈൻഡ് ആസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് അനദർ സ്റ്റേറ്റ് വേരിയബിൾ ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് വേരിയബിൾ. ഓക്കെ ഫേസ് വേരിയബിൾ അനാലിസിസ് യൂസ് ചെയ്തിട്ട് സ്റ്റേറ്റ് മോഡൽ ഉണ്ടാക്കി. ഫോർ സ്റ്റേറ്റ് സ്പേസ് മോഡലിംഗ് നമ്മളിങ്ങനെ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒറിജിനൽ ഇക്വേഷനിൽ എന്താണ്, d² x/dt², ദിസ് ഈസ് ഈക്വൽ ടു x2 ഡോട്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x2 ഡോട്ട് പ്ലസ് 2 del omega in x2 പ്ലസ് omega n square ഇൻറ്റു x1 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് x2 ഡോട്ട് എന്താണെന്ന് കിട്ടും, x1 ഡോട്ട് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു x2. ഇത് രണ്ടും കൂടെ കൂടിയതാണ് എന്ത്, സ്റ്റേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ് ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം, ദീസ് ആർ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് രണ്ട് സ്റ്റേറ്റ് ഇക്വേഷനും. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം, ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക വളരെ ഈസിയാണ്. അപ്പോൾ ഇതിന് വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊന്നും നമുക്ക് ഫേസ് പ്ലെയിൻ അനാലിസിസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഫേസ് പ്ലെയിൻ അനാലിസിസ് ഹാസ് ഗോട്ട് ഇമ്പോർട്ടൻസ് while considering non-linear system. അപ്പോൾ non-linear system അനലൈസ് ചെയ്യാൻ ഫേസ് പ്ലെയിൻ അനാലിസിസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫേസ് പ്ലെയിൻ അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ടേംസ് നമുക്ക് ഫെമിലിയർ ആവാനുണ്ട്. ഫോർ നോൺ ലീനിയർ സിസ്റ്റം സ്റ്റേറ്റ് ഇക്വേഷൻ ആസ് എ ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ദെയർഫോർ സൊല്യൂഷൻ യൂസിങ് ഫേസ് പ്ലെയിൻ അനാലിസിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിന് തുടങ്ങുന്നതിന് മുന്നേ സം ടെർമിനോളജീസ്. One is called the phase plane. Phase plane is the coordinate plane with the state variables x1 and x2 as two axes is called the phase plane. അപ്പോൾ നമ്മൾ xy പ്ലെയിൻ വരയ്ക്കുന്നത് പോലെ രണ്ട് കോർഡിനേറ്റ് ആക്സിസ് ഉള്ള പ്ലെയിൻ, വൺ ആക്സിസ് ഇസ് x1 ആൻഡ് അനദർ ആക്സിസ് x2. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് പ്ലെയിൻ. ഇനി ഈ ഫേസ് പ്ലെയിനിൽ ദ കർവ് ഡിസ്ക്രൈബിംഗ് ദ സ്റ്റേറ്റ് പോയിൻറ്റ് x1 x2 ഇൻ ദ ഫേസ് പ്ലെയിൻ വിത്ത് ദ ടൈം ആസ് ദ റണ്ണിങ് പാരാമീറ്റർ. അപ്പോൾ നമ്മൾ ടൈം t ഈക്വൽ ടു 0 തൊട്ട് ടൈം t ഈക്വൽ ടു ഇൻഫിനിറ്റി വരെ, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ടൈം ലിമിറ്റ്, അപ്പോൾ ടൈം ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ ഈ സ്റ്റേറ്റ് വേരിയബിൾസ് x1, അതായത് ഫസ്റ്റ് ടൈം അറ്റ് t1 x1 x2 പ്ലോട്ട് ചെയ്യുക, ദെൻ അറ്റ് t2 x1 x2 പ്ലോട്ട് ചെയ്യുക, ദെൻ അറ്റ് t3 x1 x2 പ്ലോട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് x1ൻ്റെയും x2ൻ്റെയും വേരിയേഷൻ നമ്മൾ ഫേസ് പ്ലെയിനിൽ വരയ്ക്കുമ്പം നമുക്കൊരു കേർവ് കിട്ടും, ഒരു ലോക്കസ് കിട്ടും. ആ കേർവിനെ നമ്മൾ പറയുന്ന പേരാണ് ഫേസ് ട്രാജക്ടറി. ദാറ്റ് ഈസ് ആസ് ടൈം പാസസ് എങ്ങനെയാണ് ഫേസ് വേരിയബിൾ ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് എങ്ങനെയാണ്, അതിനെ നമ്മൾ പറയുന്നത് ഫേസ് ട്രാജക്ടറി. അപ്പോൾ ഇങ്ങനെയുള്ള ഫേസ് ട്രാജക്ടറീസ് നമുക്ക് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസിനനുസരിച്ച് വേരി ചെയ്യും. അതായത് ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നോ, അപ്പോൾ നമുക്കൊരു ഫേസ് ട്രാജക്ടറി കിട്ടും. ഇനി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ മാറി മാറി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഫേസ് ട്രാജക്ടറീസ് വരയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫേസ് ട്രാജക്ടറീസിൻ്റെ ഒരു ഫാമിലീനെ പറയുന്ന പേരാണ് ഫേസ് പോർട്രേറ്റ്. നോക്കുക, എ ട്രാജക്ടറി ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഇൻ ഫേസ് പ്ലെയിൻ ഫോർ ഈച്ച് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻ. എ ഫാമിലി ഓഫ് ട്രാജക്ടറീസ് ഈസ് കോൾഡ് ഫേസ് പോർട്രേറ്റ്.
അപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് നോൺ ലീനിയർ സിസ്റ്റം അനാലിസിസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഫേസ് പ്ലെയിൻ അനാലിസിസ്. ഫേസ് പ്ലെയിൻ അനാലിസിസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വാട്ട് ഈസ് ഫേസ് പ്ലെയിൻ, വാട്ട് ഈസ് ഫേസ് ട്രാജക്ടറി, വാട്ട് ഈസ് ഫേസ് പോർട്രേറ്റ്, ഈ 3 ടെർമിനോളജീസ് നോക്കി. ഓക്കെ, ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഫോർ ഡിഫറെൻറ്റ് ഡാമ്പിംഗ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1, ഡാമ്പിംഗ് റേഷ്യോ ബിറ്റ്വീൻ 0 and 1, ഡാമ്പിംഗ് റേഷ്യോ ഈക്വൽ ടു 0 ഒക്കെ ആവുന്ന കേസിൽ സെയിം ഇനീഷ്യൽ കണ്ടീഷനിൽ നോക്കി ഫേസ് ട്രാജക്ടറീസ് എങ്ങനെ വേരി ചെയ്യുന്നു. ഇവിടുത്തെ ഷേപ്പാണോ ഇവിടെ? അല്ല അല്ലേ, ഇതെങ്ങനെ വേരി ചെയ്യുന്നു. ഡിഫറെൻറ്റ് ഫേസ് ട്രാജക്ടറി ഫോർ സെയിം ഇനീഷ്യൽ കണ്ടീഷൻ ബട്ട് ഓൺലി ദ ഡാമ്പിംഗ് റേഷ്യോ ചേഞ്ചസ്. അതുപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ ഫേസ് ട്രാജക്ടറീസ് ഫോർ ഡിഫറെൻറ്റ് ഇനീഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് എന്ത് പറയാം, ഒരു ഫേസ് പോർട്രേറ്റ് എന്ന് പറയാം. ഇവിടെ ഡൽ 0 ആണ്, അതായത് ഡാമ്പിംഗ് റേഷ്യോ 0 ആണ്, ഡാമ്പിംഗ് റേഷ്യോ സെയിം ആണ്, പക്ഷേ ഇനീഷ്യൽ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ കുറേ ഫേസ് ട്രാജക്ടറി വരച്ച ഒരു സിസ്റ്റത്തിന് തന്നെ ഇതിനെ പറയുന്ന പേരാണ് ഫേസ് പോർട്രേറ്റ്. ഓക്കെ, ഇനി അപ്പോൾ ഇങ്ങനെ ഫേസ് പ്ലെയിന്, ഫേസ് ട്രാജക്ടറി, ഫേസ് പോർട്രേറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അനാലിസിസ് നടത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ സിംഗുലർ പോയിൻറ്റ്. അപ്പോൾ സിംഗുലർ പോയിൻറ്റ് ഇസ് എ പോയിൻറ്റ് ഇൻ ദ ഫേസ് പ്ലെയിൻ അറ്റ് വിച്ച് ദ ഡെറിവേറ്റീവ് ഓഫ് ഓൾ സ്റ്റേറ്റ് വേരിയബിൾസ് ആർ 0 ഈസ് കോൾഡ് ദ സിംഗുലർ പോയിൻറ്റ്. ശ്രദ്ധിക്കുക, ഫേസ് പ്ലെയിനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് x1 ആണെങ്കിലും x2 ആണെങ്കിലും അതിൻ്റെ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് 0 ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിനെ പറയുന്ന പേരാണ് സിംഗുലർ പോയിന്റ്. അപ്പോൾ ഇഫ് ദ സിസ്റ്റം ഈസ് പ്ലേസ്ഡ് അറ്റ് സിംഗുലർ ഓർ ഇക്വിലിബ്രിയം പോയിന്റ്, അതിന് സിംഗുലർ പോയിന്റ് തന്നെയാണ് എന്ത്, ഇക്വിലിബ്രിയം പോയിന്റ്. ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ലൈ ദെയർ ഇഫ് ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ്. അപ്പോൾ നമ്മൾ വേറൊരു ഇനീഷ്യൽ എക്സൈറ്റേഷൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സിസ്റ്റം സിംഗുലർ പോയിന്റിലാണെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും, അവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ സിംഗുലർ പോയിന്റ് എന്താണെന്നറിയാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലർ പോയിന്റ്സ് ഉണ്ട്. സ്റ്റേബിൾ നോഡ്, അൺസ്റ്റേബിൾ നോഡ്, സാഡിൽ പോയിന്റ്, സ്റ്റേബിൾ ഫോക്കസ്, അൺസ്റ്റേബിൾ ഫോക്കസ്, സെൻറ്റർ ഓർ വോർട്ടെക്സ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലർ പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. നോക്കിയേ, നാഗുർക്കാനി അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറി ബൈ നാഗുർക്കാനിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലർ പോയിന്റ്. കാരണം സിസ്റ്റത്തിൻ്റെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് സിംഗുലർ പോയിൻറ്റ്സ് വരയ്ക്കാം. പല രീതിയിൽ ആയിരിക്കും അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഐഗൺ വാല്യൂസ് എന്താണെന്നൊക്കെ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഫസ്റ്റ് അയച്ചു തന്നിരിക്കുന്ന നോട്ടിൽ. അപ്പോൾ അത് നോക്കിയിട്ട് ഐഗൺ വാല്യൂസ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഐഗൺ വാല്യൂസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എവിടെയായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാം. അത് വെച്ചിട്ട് ഡിഫറെൻറ്റ് സിംഗുലർ പോയിൻറ്റ്സ് ഒക്കെ പഠിക്കാം. ഓക്കെ, ഇനി ഈ സിംഗുലർ പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യാം ഓൾറെഡി പറയാം. ഒരു ലീനിയർ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി പറയാം? സ്റ്റെബിലിറ്റി 2 കേസ് ഉണ്ട് അല്ലേ. ഒരു സിസ്റ്റം നമ്മൾ ഒറിജിനിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പോയിന്റിലാണെങ്കിൽ ഈ സിസ്റ്റം അതിന് നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? ആ പോയിന്റിൽ തന്നെ നിൽക്കും അല്ലേ. ഓക്കെ, അതേപോലെ നമ്മൾ എവിടെയാണെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ആ സിസ്റ്റം അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുത്ത് കൺവേർജസ് ടു 0 അല്ലേ. അപ്പം അങ്ങനെ പറയാം. ഇനി നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ബൗണ്ടഡ് ആയിട്ടുള്ളൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റം ബൗണ്ടഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഓക്കെ, 2 കേസ് ഉണ്ട്. ഇഫ് യു ആർ ഗിവിംഗ് നോ ഇൻപുട്ട് സിസ്റ്റം കൺവേർജസ് ടു 0. ഇഫ് യു ആർ ഗിവിംഗ് ബൗണ്ടഡ് ഇൻപുട്ട് സിസ്റ്റം കൺവേർജസ് ടു ബൗണ്ടഡ് ഔട്ട്പുട്ട്. ഈ 2 കേസിലുമാണ് നമ്മൾ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോൺ ലീനിയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ കൺവേർജൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനിലേക്കല്ല നമ്മൾ പറയാം. ലീനിയർ സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ ഒറിജിനിലേക്ക് പറഞ്ഞു അല്ലെങ്കിൽ 0ലേക്ക് പറഞ്ഞു, അങ്ങനെയല്ല. ഇവിടെ ഈ സിസ്റ്റം when the input is 0 the system is stable for arbitrary initial condition if the resulting trajectory tend towards the equilibrium state. വ്യത്യാസം മനസ്സിലാക്കുക. ഒരു ലീനിയർ സിസ്റ്റം ആണെങ്കിൽ വി ആർ സെയിങ് ദാറ്റ് സിസ്റ്റം ഇസ് സ്റ്റേബിൾ ഇഫ് വി ആർ ഗിവിംഗ് നോ ഇൻപുട്ട് സിസ്റ്റം കൺവേർജസ് ടു 0 ഓർ കൺവേർജസ് ടു ഒറിജിൻ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ നോൺ ലീനിയർ സിസ്റ്റം ഇഫ് ഇൻപുട്ട് ഇസ് 0 ആൻഡ് ഫോർ എ സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻ ദ സിസ്റ്റം ടെൻഡ്സ് ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം പോയിന്റ് ഓർ സിംഗുലർ പോയിന്റ്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ കേസ് ബൗണ്ടഡ് ബിഫോർ സ്റ്റെബിലിറ്റിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ when the system is excited by a bounded input the system is stable if the system output is bounded. ഇതാണ് വ്യത്യാസം.
അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ വ്യത്യാസം മനസ്സിലാക്കാനുള്ളത്, ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ ഒറിജിനെ ബേസ് ചെയ്ത് മാത്രം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സിംഗുലർ പോയിന്റിനെ ബേസ് ചെയ്ത് പറയാമെന്ന് പറഞ്ഞു നോൺ ലീനിയർ കേസിൽ. അതുമാത്രമല്ല ഒരു സിസ്റ്റത്തിന് തന്നെ ഒന്നിലധികം സിംഗുലർ പോയിന്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നിലധികം സിംഗുലർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒരു സിംഗുലർ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ആ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കാം. പക്ഷേ കൺസിഡറിങ് അതർ സിംഗുലർ പോയിന്റ് ദാറ്റ് സിസ്റ്റം മേ നോട്ട് ബി സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗുലർ പോയിന്റിനെ ബേസ് ചെയ്ത് മാത്രമേ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി പറയാനാവുള്ളൂ. ഓക്കെ, ഒന്നിലധികം സിംഗുലർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു പർട്ടിക്കുലർ സിംഗുലർ പോയിന്റ് എടുത്തിട്ട് ഇഫ് ദ സിസ്റ്റം ട്രാജക്ടറി അല്ലെങ്കിൽ ദ ഫേസ് ട്രാജക്ടറി ടെൻഡ് ടുവേർഡ്സ് ദാറ്റ് സിംഗുലർ പോയിന്റ്, ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ കറസ്പോണ്ടിങ് ടു ദാറ്റ് സിംഗുലർ പോയിന്റ് ആൻഡ് മേ നോട്ട് ബി സ്റ്റേബിൾ കറസ്പോണ്ടിങ് ടു അതർ സിംഗുലർ പോയിന്റ്സ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ലീനിയർ നോൺ ലീനിയർ സിസ്റ്റം. പക്ഷേ അത് ഒന്ന് സ്റ്റേബിൾ ആയിരിക്കാം, വേറൊരു സിംഗുലർ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അൺസ്റ്റേബിൾ ആയിരിക്കാം. ഇങ്ങനെ പല കേസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഫേസ് പ്ലെയിന്, ഫേസ് ട്രാജക്ടറി, ഫേസ് പോർട്രേറ്റ്, സിംഗുലർ പോയിന്റ്സ് ഒക്കെ കിട്ടി. അപ്പോൾ സിംഗുലർ പോയിന്റ്സിലേക്ക് വരുന്നുണ്ടോ വരുന്നില്ലേ ഫേസ് ട്രാജക്ടറി എന്ന് നോക്കിയിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി പറയാമെന്ന് പറഞ്ഞു. എന്നാലും സ്റ്റെബിലിറ്റിക്ക് ഒരു 2-3 ഡെഫിനിഷനും കൂടെ ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ദ ഓട്ടോണമസ് സിസ്റ്റം ഡിഫൈൻഡ് ബൈ ദ ഇക്വേഷൻ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് എക്സ്. എക്സ് ഡോട്ട് ഇത് സ്റ്റേറ്റ് ഇക്വേഷൻ ആണ്. എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് എക്സ് is stable at the origin if for every initial state x of t which is sufficiently close to origin x of t remains near the origin for all t. Clear alle? Okay, then രണ്ടാമത്തേത് the autonomous system defined by equation x dot is equal to f of x is asymptotically stable. ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞത്? this is stable എന്നാ പറഞ്ഞത്. രണ്ടാമത്തേത് എന്താ? asymptotic stability ആണ്. അപ്പോൾ asymptotically stable if x of t approaches origin as t tends to infinity. Okay, asymptotic stability. Then മൂന്നാമത്തെ സ്റ്റെബിലിറ്റി പറയുന്നത് the autonomous system defined by equation x dot is equal to f of x is asymptotically stable in the large if it is asymptotically stable for every initial state regardless of how near or far it is from the origin. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അത് എവിടെ ഒറിജിൻ അടുത്താണെങ്കിലോ ഒറിജിന് ദൂരെ, അപ്പോൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും സ്റ്റേബിളാണ്. അതായത് അത് ആ ഒറിജിനിലേക്ക് തന്നെ വരികയാണെങ്കിൽ നമ്മൾ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ഇൻ ദ ലാർജ് എന്ന് പറയും. ഒറിജിൻ അടുത്തുള്ളൊരു ഇനീഷ്യൽ എടുത്തിട്ട് അത് എല്ലാ t=ഇൻഫിനിറ്റി എത്തുമ്പോഴേക്കും അത് അപ്രോച്ച് ചെയ്യുന്ന ഒറിജിനിലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 3 വ്യത്യാസങ്ങളും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഫേസ് പ്ലെയിൻ അനാലിസിസിൽ വരുന്ന 3 സ്റ്റെബിലിറ്റിയാണ്: സ്റ്റേബിൾ, അസിംപ്റ്റോട്ടിക് സ്റ്റെബിലിറ്റി, അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ഇൻ ലാർജ്. ഓക്കെ, അതേപോലെ ലിമിറ്റ് സൈക്കിൾ ഇൻ ഫേസ് പോർട്രേറ്റ്. ഫേസ് പോർട്രേറ്റ് ആയിട്ട് നമ്മൾ ലിമിറ്റ് സൈക്കിൾ പറഞ്ഞു. ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓസിലേഷൻസ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് ഫേസ് പോർട്രേറ്റ് വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ ഡിഫറെൻറ്റ് ഇനീഷ്യൽ കണ്ടീഷൻസിന് ഫേസ് ട്രാജക്ടറീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് ഈ ഫേസ് ട്രാജക്ടറി എങ്ങനെ വരയ്ക്കാം. ഫേസ് ട്രാജക്ടറി വരച്ചാലല്ലേ അത് കൺവേർജ് ചെയ്യുന്നുണ്ടോ സിംഗുലർ പോയിന്റിലേക്ക് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫേസ് ട്രാജക്ടറി എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ വയ്ക്കാം. ഇപ്പോൾ ഫേസ് പ്ലെയിൻ അനാലിസിസ് എന്താണെന്നും എങ്ങനെയാണ് അത് നോക്കിയിട്ട് സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നും മെയിനായിട്ട് സിംഗുലർ പോയിന്റ് എന്താണെന്നും സിംഗുലർ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതൊക്കെ പഠിക്കാം.